എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇല്ല, ഏട്ടന് മാത്രം ഗോതമ്പിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് നമ്മൾ കുഴച്ച് വയ്ക്കുക. ഇത് ഒരു 5-6 ഉരുള ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഞാൻ ഗ്യാസിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം ചൂടായതിൻ്റെ ശേഷം ഈ ഉണ്ടകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് അത് വെന്താൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ട് ഉള്ള ഒരു വൈകുന്നേരം ഒരു പലഹാരം, വൈകുന്നേരത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏട്ടന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്കൊക്കെ ഉച്ചത്തെ ചോറുണ്ട്. അപ്പോൾ ഞങ്ങൾ പപ്പടമോ അല്ലെങ്കിൽ അച്ചാറോ ഇത് ഏതെങ്കിലും ഒന്നാണ് കേട്ടോ കൂട്ടി കഴിക്കുക. പപ്പടമാണ് അധികം ഞങ്ങൾ കഴിക്കാറും, അങ്ങനെ ഏട്ടൻ പിന്നെ അച്ചാറും കൂടി എടുത്തു എന്ന് മാത്രം. രാത്രിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാവ് കുഴച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് വെച്ചാൽ അതൊന്ന് പുറത്തേക്ക് എടുത്തു വെച്ചാൽ അതിൻ്റെ തണുപ്പൊക്കെ മാറി വേഗം അങ്ങനെ ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. ഞാനിത് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണ അത്ര വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി വറുത്തിടാൻ ചെറിയ ഉള്ളി, പിന്നെ കടുക്, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അതൊക്കെ നന്നായി വന്നതിൻ്റെ ശേഷം നമ്മൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച കൊഴുക്കട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇടിച്ച മുളക് ഉണ്ടായിരുന്നു, ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഇടിച്ച മുളക് ഇട്ടത് കുറച്ച് കൂടിപ്പോയി, അത്ര ഇടണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ എരിവ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു, പക്ഷെ ഭയങ്കര എരിവുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ രാത്രിയിലെ ഏട്ടൻ്റെ ഭക്ഷണം. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിനും പപ്പടമാണോ അച്ചാറാണോ നല്ലത്? ഞങ്ങൾ പപ്പടമാണ് കൂട്ടി കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഏട്ടന് കട്ടൻ ചായയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ഭക്ഷണമാണ് കേട്ടോ.